എന്റെ ആഗ്രഹം പോലെ എന്നൊരു നടനാക്കി മാറ്റണേ, കാത്തുള്ളണേ. എന്ത് ചെയ്യും മേശരി ഇങ്ങനെ വല്ലതും കഴിച്ചിട്ട് 2 ആഴ്ചയായി. അതെന്താ, നിനക്ക് വിശപ്പില്ലേ? പരിഹാസം അടിക്കരുത് കേട്ടാ. ആഹാരം പോട്ട്. വർഷാപ്പിലാണെങ്കിൽ പണിയില്ല. 2 എണ്ണം അടിച്ചിട്ട് 1 ആഴ്ചയായി എന്നാ പറഞ്ഞത്. വെള്ളം നക്കിയില്ലേലെന്താ? കോട്ടും സൂട്ടും ടൈ ഇട്ടോണ്ടല്ലേ നടപ്പ്. കണ്ടാൽ അംബാനിയാണെന്ന് തോന്നും. അഴിച്ചു മാറ്റാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല, പിന്നെ ആരോഗ്യം ഇല്ലാഞ്ഞിട്ടാ. നമ്മള് കാശ് വാങ്ങിയ ജീവനല്ലേ വരുന്നത്. ജീവനില്ലാത്ത നേരത്താണ് അത് കാണുന്നത്. നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് അവന്റെ ക്യാഷ് വാങ്ങിയത്. ചേട്ടാ, എന്റെ വേഷത്തിന്റെ കാര്യം എന്തായി? നീ ഇത് അഴിച്ചെടുത്തോടെ. അതൊന്നും അല്ല, സിനിമയിൽ എന്റെ ക്യാരക്ടറിന്റെ കാര്യം എന്തായെന്നാ പറഞ്ഞേ. അതെല്ലാം ഓക്കേ. അങ്ങനെ ഏതെങ്കിലും വേഷം തന്നാ പോരാ, എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതാ. നമുക്ക് ആ പകപ്പാസലിന് വെച്ച പ്രൊഡ്യൂസറെ വേഷം അവന് കൊടുത്താലോ? അതൊന്നും ഇവന് താങ്ങില്ല. താങ്ങും ചേട്ടാ, താങ്ങും, ഞാൻ താങ്ങും. ഫഹദ് ഫാസിൽ ഇന്ന് മുതൽ ഞാൻ പ്രൊഡ്യൂസർ ആയി കഴിഞ്ഞു. പ്ലീസ് ചേട്ടാ, എന്നെ മാറ്റരുത്. മാറ്റില്ല. നിനക്കൊരു കോൾ വരണുണ്ട്. ഇവരെ കഴിഞ്ഞ ആഴ്ച വേഷം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് ക്യാഷ് വാങ്ങിയതല്ലേ, എന്തിനാ അവരിങ്ങോട്ട് വരുന്നത്? അത് തിരിച്ചു വാങ്ങാൻ വരുന്നതായിരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? വഴിയുണ്ട്. എന്താ സാർ സംസാരിക്കുന്നേ? എന്റെ പ്രൊഡ്യൂസറെ വേഷമാണെങ്കിൽ ദൈവം തന്നെ അതിന് മാറ്റരുത്. ഇയാള് മാറ്റിയാലും നിന്നെ ഞാൻ മാറ്റൂല. നീ തന്നെ പ്രൊഡ്യൂസർ. അവര് തകർത്തുകൊണ്ട് വരെയാണ്. ഇങ്ങനെ ഇടിച്ചു കയറി വരുന്നതിന് മുമ്പ് നീ അങ്ങോട്ട് ചെല്ല്. പ്രൊഡ്യൂസർ റെഡി എന്ന് പറ, ബാക്കി ഞാൻ നോക്കിക്കോളാം. നീയല്ലേ പ്രൊഡ്യൂസർ? കണ്ട, നിന്റെ കാലിബർ ഒന്ന് അറിയണം. ഒരു ചെറിയ റിഹേഴ്സൽ. നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. ചന്ദ്ര, നീ കാശ് വാങ്ങിട്ട് എത്ര നാളായടാ? ഇപ്പൊ നീ പ്രൊഡ്യൂസർ, ഞാൻ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു വരാം. സാർ, എനിക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് തരണം. അവസരം തരുമോ? അഭിനയിക്കാൻ അറിയോ? ഓ, നന്നായിട്ട് അഭിനയിക്കും. അഭിനയിക്കോ? ഒന്ന് കാണിച്ചേ. വഴിയുണ്ട്. നമ്മുടെ സിനിമയുടെ പ്രൊഡ്യൂസർ അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം സത്യമാവാൻ പോവുക. ഇവളെ ഞാൻ സിനിമയിൽ അഭിനയിപ്പിച്ചിരിക്കും. കയ്യോടെ അഡ്വാൻസ് വാങ്ങിച്ചോ? അതെ, വാങ്ങുന്ന ആദ്യത്തെ അഡ്വാൻസ് എനിക്ക് തന്നെ തരണം. അത് കുഴപ്പമില്ല, വേഷം കിട്ടിയാ മതി. എന്നാ വന്നോളൂ. പ്രൊഡ്യൂസർ ഇത്രയും നേരം ഒന്നും വെയിറ്റ് ചെയ്യാറില്ല. ഇവിടെ നീ തെളിയിക്കണം ഒരു പ്രൊഡ്യൂസർ ആയാലും എങ്ങനെയാണ്. ഇത് എന്റെ ഫസ്റ്റ് ചാൻസ് ആണ്. പ്രൊഡ്യൂസർ സാർ, നമസ്കാരം സാർ. പ്രൊഡ്യൂസർ നമസ്കാരം. ഇത് നമ്മുടെ സിനിമയിലെ നായികയുടെ വേഷം. നായികയോ? അല്ല, നായികയുടെ കൂട്ടുകാരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓ, അത് കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ അഭിനയിക്കണം. അപ്പോ ഇവരുടെ അഡ്വാൻസോ? ഒറിജിനാലിറ്റി വേണം. ഒറിജിനാലിറ്റി. അതെ. തൽക്കാലം ഒരു 5000 രൂപ ഇരിക്കട്ടെ. പോയിക്കോളൂ. ഷൂട്ടിങ്ങിന് കാണാം. അതെ, ഇങ്ങ് തന്നേക്ക്. എല്ലാം പറഞ്ഞ പോലെ വളരെ നന്നായിരുന്നു. കീപ്പ് ചെയ്യണം. ഏത് സമയത്തും മുകളിൽ നിന്നൊരു വിളി വന്നേക്കാം. പോവാൻ തയ്യാറായിരിക്കണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അല്ല ചേട്ടാ, എന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള അഭിനയം എങ്ങനെ? നീ തകർത്തില്ലേ? ആണോ? നാളത്തെ മമ്മൂട്ടിയാടാ. അപ്പൊ എന്റെ പൈസ? ഏത് പൈസ? ഇപ്പൊ കൊടുത്ത പൈസ. ആക്ട് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. ഒറിജിനലായിട്ട് പൈസ എടുത്ത് കൊടുത്തു പൊയ്ക്കോളാൻ പറഞ്ഞു. അതില് നമ്മൾ ഉത്തരവാദിയല്ല. സാരമില്ല, ഷൂട്ടിംഗ് തുടങ്ങുമ്പോ ആ പെൺകുട്ടിയുടെ കാശ് നമുക്ക് വാങ്ങാം. പറ്റുമോ? പിന്നെ തന്നില്ലെങ്കിലും അത് കുറച്ച് കൊടുത്താ മതിയല്ലോ. വീട്ടില് പുണ്ണാക്ക് വന്നെ പൈസ